ഇപ്പൊ നമുക്ക് സൊല്യൂഷൻ ഫോർ എന്താണ് കിട്ടിയത്? തീറ്റ ഇക്വേഷൻ കിട്ടി അല്ലെ? എന്താ സൊല്യൂഷൻ ഫോർ തീറ്റ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് കിട്ടിയ സൊല്യൂഷൻ ഫോർ തീറ്റ ഇക്വേഷൻ എന്ന് പറയുന്നത് YLM തീറ്റ ഫൈ ഈക്വൽ ടു എന്താ NPLM കോസ് തീറ്റ 1/√2π e raised to im phi. അതില് n എന്താന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്യണം കേട്ടോ. അപ്പൊ നമ്മള് ഇതിനെയാണ് നമ്മുടെ സ്പിയറിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത്. നമ്മൾ പാർട്ടിക്കിൾ ഓൺ റിംഗ് പഠിച്ചപ്പോ റിംഗിന്റെ സൊല്യൂഷനെ പറയുന്ന ഒരു പേര് പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താ റിംഗിന്റെ സൊല്യൂഷനെ പറയുന്ന പേര്? എന്താ റിംഗിന്റെ സർക്കുലർ ഹാർമോണിക്സ് അല്ലെ? അതേപോലെ തന്നെ പാർട്ടിക്കിൾ ഓൺ എ സ്പിയർ അല്ലെങ്കിൽ നോൺ പ്ലാനാർ റിഡ്ജ് റൊട്ടേറ്ററിന്റെ സൊല്യൂഷനെ പറയുന്ന പേരാണ് സ്പെറിക്കൽ ഹാർമോണിക്സ്. The solution of particle on a sphere is known as spherical harmonics. Spherical harmonics. പാർട്ടിക്കിൾ ഓൺ എ സ്പിയറിന്റെ സൊല്യൂഷനെ പറയുന്ന പേരാണ് സ്പെറിക്കൽ ഹാർമോണിക്സ്. അതായത് YLM തീറ്റ ഫൈ അതിനെ പറയുന്ന പേരാണ് സ്പെറിക്കൽ ഹാർമോണിക്സ്. ഇവിടെ വരെ ക്ലിയർ ആണോ? ക്ലിയർ ആണ് മിസ്. അപ്പൊ നമുക്ക് ഇപ്പൊ പാർട്ടിക്കിൾ ഓൺ എ സ്പിയർ അല്ലെങ്കിൽ നോൺ പ്ലാനാർ റിഡ്ജ് റൊട്ടേറ്ററിന്റെ എന്ത് കിട്ടി? വേവ് ഫംഗ്ഷൻ കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? വേവ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ഐഗൺ ഫംഗ്ഷൻ കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഐഗൺ വാല്യൂ അല്ലെങ്കിൽ എനർജി കണ്ടുപിടിക്കണം. അതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് on comparing equation 4 and 5. On comparing equation 4 and 5. അതിൽ ബീറ്റയ്ക്ക് കമ്പയർ ചെയ്യുമ്പോൾ ഫിഫ്ത്തിന് എന്താ കിട്ടണേ നിങ്ങൾ നോക്കിയേ. ഫോർത്ത് ഇക്വേഷനിലെ ബീറ്റ ഫിഫ്ത് ഇക്വേഷൻ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബീറ്റയുടെ പൊസിഷനിൽ എന്താ കിടക്കണേ? ഫിഫ്ത് ഇക്വേഷനില് എന്താ? L into L plus 1. 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 ഇനി എന്താ ബീറ്റ എന്ന് പറഞ്ഞ? എന്നാൽ നമ്മൾ ഒരു കോൺസ്റ്റന്റിനാണ് ബീറ്റ എന്ന് കൊടുത്തത്. എന്താ ബീറ്റ എന്ന് പറഞ്ഞ? എന്താ ബീറ്റ? 2IE by H square. 2IE by H cross square. 2IE by H cross square. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ട? എനർജി അല്ലെങ്കിൽ ഐഗൺ വാല്യൂ. അപ്പൊ ഇതിൽ നിന്ന് E എന്താ കണ്ടുപിടിച്ചേ? എന്തായിരിക്കും E കിട്ടുക? E is equal to L into L plus 1 H cross square by 2I. അതാണ് പാർട്ടിക്കിൾ ഓൺ എ സ്പിയർ അല്ലെങ്കിൽ നോൺ പ്ലാനാർ റിഡ്ജ് റൊട്ടേറ്ററിന്റെ എനർജി എന്ന് പറയുന്നത്. മിസ് ഈ H കട്ട് സ്ക്വയറിന് നമ്മൾ H/2π ഒന്നും കൊടുക്കണ്ട അല്ലേ? അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല. ഇത് വെച്ച് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ലല്ലോ. കാരണം H കട്ടിന് എന്തില്ല? വാല്യൂ ഇല്ല. അപ്പൊ നമ്മളോട് പ്രോബ്ലം ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? H ക്രോസിനെ H/2π ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പൊ Hന്റെ വാല്യൂ നമുക്കറിയാം. പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് 6.6 × 10⁻34. പൈ എന്ന് പറയുമ്പോൾ 3.14. ഇക്വേഷൻ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതി അവസാനിച്ചാൽ മതി. പക്ഷെ പ്രോബ്ലംസ് വരാണെങ്കിൽ H കട്ടിന് ഒരു വാല്യൂ ഇല്ല. അപ്പൊ നമ്മൾ H/2π തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വേണമെങ്കിൽ അങ്ങനെ എഴുതിക്കോളൂ. L into L plus 1 H square by 2I ഇവിടെ ഉണ്ട്. 2πയുടെ സ്ക്വയർ വരുമ്പോൾ 4 സ്ക്വയർ പൈ സ്ക്വയർ. അപ്പൊ എന്താ വരാ? L into L plus 1 H square by 8 പൈ സ്ക്വയർ I. മനസ്സിലായില്ലേ എല്ലാവർക്കും? മനസ്സിലായി.
ഇതാണ് നമ്മുടെ പാർട്ടിക്കിൾ ഓൺ എ സ്പിയർ എന്ന് പറഞ്ഞ സംഭവം. ഇനി ഇതിൽ നിന്ന് വേറെ ഇത്രയാണ് നമ്മൾ ഡെറിവേഷൻ ചെയ്യേണ്ടത് കേട്ടോ. പാർട്ടിക്കിൾ ഓൺ എ സ്പിയർ അല്ലെങ്കിൽ നോൺ പ്ലാനാർ റിജിഡ് റൊട്ടേറ്റർ ചോദിച്ചു. ഇനി ഇതിൽ നിന്ന് 1 വെയിറ്റേജിന് വരുന്ന ചില ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒരെണ്ണം ഞാൻ പറഞ്ഞു എന്താണ് ലെജൻഡർ പോളിനോമിയൽ അല്ലെങ്കിൽ എന്താണ് അസോസിയേറ്റഡ് ലെജൻഡർ പോളിനോമിയൽ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. അല്ലെങ്കിൽ ഈ ലെജൻഡർ പോളിനോമിയൽ അല്ലെങ്കിൽ അസോസിയേറ്റഡ് ലെജൻഡർ പോളിനോമിയലിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറയും. അപ്പൊ ഞാൻ 1-2 എണ്ണം ചെയ്ത് പിന്നെ നിങ്ങൾ ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പൊ ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. കാൽക്കുലേറ്റ് ദ വാല്യൂ, കാൽക്കുലേറ്റ് ദ വാല്യൂ, calculate the value, calculate the value P1 of x, calculate the value P1 of x. അതായത് എങ്ങനെയുള്ള ഫോർമാറ്റിൽ ഇത് കിടക്കുന്നത്? PLX-ന്റെ ഫോർമാറ്റിലാണ് കിടക്കണേ അല്ലേ? എന്താ PLX എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? എന്താ PLX എന്ന് പറഞ്ഞ? ലെജൻഡർ പോളിനോമിയലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? PLX എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് PLX-ന്റെ ഫോർമുല അറിയാം. എന്താ PLX എന്ന് പറഞ്ഞ? 1/2 raised to L L factorial dA raised to L by dx raised to L x square minus 1 raised to L. ഇതാണ് നമ്മുടെ ലെജൻഡർ പോളിനോമിയലിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇവിടെ L എത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്? 1 ആണ്. അപ്പൊ ആ 1 നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാത്രേ ഉള്ളൂ. അപ്പൊ എന്താ കിട്ടുക? 1/2 raised to 1 factorial d by dx. അതായത് raised to 1 എന്ന് പറയുമ്പോൾ ഒരു വട്ടം ഡിഫറൻഷിയേറ്റ് ചെയ്യുക. x square minus 1 1/2 raised to 1 എന്ന് പറഞ്ഞാൽ 2, 1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാലും 1. ഇനി എന്താ? എക്സ് സ്ക്വയർ മൈനസ് 1 ഒരു വട്ടം ഡിഫറൻഷിയേറ്റ് ചെയ്യുക. എക്സ് സ്ക്വയറിന്റെ ഡിഫറൻഷിയേഷൻ എന്താ? 2x മൈനസ് 1 എന്ന് പറയുമ്പോൾ 1 കോൺസ്റ്റന്റ് ആണ്. അതിന്റെ ഡിഫറൻഷിയേഷൻ എന്തായി? 0 ആയി. ഇപ്പൊ 2ഉം 2ഉം ക്യാൻസൽ ചെയ്തു. നമുക്ക് ആൻസർ കിട്ടിയത് x. മനസ്സിലായോ പറഞ്ഞത്? ഇനി നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. നാളേക്ക് P0x കാൽക്കുലേറ്റ് ചെയ്യണം കേട്ടോ. P0x L-ന് 0 കൊടുത്തിട്ട് ചെയ്യാം. ഇനി നമുക്കൊരു അസോസിയേറ്റഡ് ലെജൻഡർ പോളിനോമിയലിന്റെ പ്രോബ്ലം ചെയ്യാം. കാൽക്കുലേറ്റ് ദ വാല്യൂ P10x. കാൽക്കുലേറ്റ് ദ വാല്യൂ P10x. ഇതെന്ത് ഫോർമാറ്റിലാണ് കിടക്കണേ? PLMX അല്ലേ? അതായത് നമ്മുടെ എന്താണ്? അസോസിയേറ്റഡ് ലെജൻഡർ പോളിനോമിയൽ ആണ്. അസോസിയേറ്റഡ് ലെജൻഡർ പോളിനോമിയലിന്റെ ഫോർമുല എന്താ? 1 minus x square raised to m/2 d raised to m by dx raised to m PLX. ഇതാണ് നമ്മുടെ അസോസിയേറ്റഡ് ലെജൻഡർ പോളിനോമിയലിന്റെ ഫോർമുല. അപ്പൊ നമ്മൾ അത് ഇവിടെ അപ്ലൈ ചെയ്യുക. P10 of x 1 minus x square. ഇനി എന്താ? m എന്ന് പറയുമ്പോൾ മുകളിൽ കിടക്കണ ആള്, അതായത് എന്താ? 0/2 d raised to m എന്ന് പറയുമ്പോൾ 0 by dx raised to 0 PLX. L എന്ന് പറയുന്നത് ഏതാ? താഴെ കിടക്കുന്നതാണ് L. അപ്പൊ P1 of x. ഇനി നമുക്കറിയാം 0/2 എന്ന് പറഞ്ഞാൽ എന്താ? 0 തന്നെയാണല്ലേ. അപ്പൊ എന്താ വരാ? 1 minus x square raised to 0. 1 minus x square raised to 0. ഇനി d raised to 0 by dx raised to 0 എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ മീനിങ്? നമ്മൾ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. ഇൻറ്റു ഇനി P1x ഓൾറെഡി നേരത്തെ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താ P1x എന്ന് പറയുന്നത്? എന്താ P1x? x. ഇനി ഇത് സോൾവ് ചെയ്യാ. ഏത്
വേരിയബിളിലും റേസ് ടു 0 വരാണെങ്കിൽ അതിന്റെ വാല്യൂ എന്താ? എക്സ് റേസ് ടു 0 അല്ലെങ്കിൽ 2 റേസ് ടു 0. അതിന്റെ ഒക്കെ വാല്യൂ എന്താ? എന്ത് പവർ? 1 ഇൻറ്റു ഇവിടെ എക്സ്. ലാസ്റ്റ് ആൻസർ എന്താ? എക്സ്. ക്ലിയർ ആണോ? ഇതിന്ന് ഒരു പ്രോബ്ലം നാളേക്ക് ചെയ്യണം. P11 ഓഫ് എക്സ്. ഇത് രണ്ടും ഹോംവർക്ക് ആണ് കേട്ടോ. നാളെ ഞാൻ ആൻസർ പറയാം. P0 ഓഫ് എക്സ് ലെജൻഡർ പോളിനോമിയിൽ നിന്ന്, അസോസിയേറ്റഡ് ലെജൻഡർ പോളിനോമിയിൽ നിന്ന് P11 ഓഫ് എക്സ്.